എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 +2 പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് +2-ൽ അതായത് +1 +2 ടോട്ടൽ കൂട്ടുന്ന സമയത്ത് എത്ര മാർക്ക് കിട്ടണം വിദ്യാർത്ഥികൾക്ക് A+ കിട്ടാനായിട്ട്, അല്ലെങ്കിൽ +1 പരീക്ഷ ആദ്യമായിട്ട് എഴുതുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ എത്ര മാർക്ക് വാങ്ങിക്കണം A+ കിട്ടാനായിട്ട് എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് A+ കിട്ടാൻ എത്ര മാർക്ക് വേണം, A കിട്ടാനായിട്ട് അല്ലെങ്കിൽ B+B അതുപോലെ C+C D+D ഗ്രേഡുകളൊക്കെ കിട്ടുന്നതിനായിട്ട് എത്ര മാർക്കാണ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളതും ജയിക്കാനായിട്ട് ഏറ്റവും കുറഞ്ഞ മാർക്ക് എത്രയാണ് എന്നുള്ളതും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഒന്നുകിൽ ഓരോ വർഷം 24 മാർക്ക് വെച്ച് വാങ്ങിച്ച് ജയിക്കുകയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തെ മാർക്ക് ടോട്ടൽ കൂട്ടുന്ന സമയത്ത് അതായത് ഒരു 48 മാർക്ക് കിട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് ജയിക്കും. കാരണം എല്ലാ വിദ്യാർത്ഥികൾക്കും ഓരോ വർഷം 24 വെച്ച് ചിലപ്പോൾ കിട്ടണം എന്നില്ല. ചില വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് ഇയറിൽ അതായത് +1-ൽ 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 20 ഒക്കെ ആയിരിക്കും കിട്ടുക. ചില വിദ്യാർത്ഥികൾക്ക് ഇതിൽ കൂടുതലൊക്കെ കിട്ടും. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് രണ്ടാം വർഷം ചില സമയത്ത് 40 മാർക്കൊക്കെ ചില സമയത്തൊക്കെ കിട്ടാം. അപ്പോൾ ഇങ്ങനെ കൂട്ടുന്ന സമയത്ത് ഏകദേശം 60 മാർക്ക് കിട്ടുന്ന സമയത്ത് 48 മാർക്കിലും കൂടുതൽ കിട്ടുന്നത് കൊണ്ട് ടോട്ടലായിട്ട് പാസ്സാവും. ഈ ഒരു മാർക്ക് എന്ന് പറയുന്നത് TE മാർക്കാണ്, അതായത് എഴുത്തു പരീക്ഷയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കാണ് പറയുന്നത്. അല്ലാതെ CEO പ്രാക്ടിക്കലിൻ്റെ മാർക്കോ ഈ ഒരു ജയിക്കുന്നതിലേക്കായിട്ട് കൂട്ടില്ല. എഴുത്തു പരീക്ഷയിൽ ലഭിക്കുന്ന അതായത് ടെർമിനൽ ഇവാലുവേഷൻ എന്നാണ് TE ഫുൾ ഫോം. അപ്പോൾ TE മാർക്ക് നിങ്ങൾക്ക് 48 മാർക്ക് 80-ൽ 2 വർഷത്തെ കൂട്ടുന്ന സമയത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ ജയിക്കുന്നതാണ്. ഇനി 60 മാർക്കിൻ്റെ സബ്ജക്റ്റാണ് എടുക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് വേണ്ട ഏറ്റവും കുറഞ്ഞ മാർക്ക് എന്ന് പറയുന്നത് ഓരോ വർഷവും 18 മാർക്ക് വെച്ച് വാങ്ങിക്കുകയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തെ TE മാർക്ക് കൂട്ടുന്ന സമയത്ത് അതായത് എഴുത്തു പരീക്ഷയുടെ മാർക്ക് കൂട്ടുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ടോട്ടൽ 36 മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ആദ്യത്തെ വർഷം +1-ന് ഒരു 30 മാർക്ക് കിട്ടിയെന്ന് കരുതുക. രണ്ടാം വർഷം നിങ്ങൾക്ക് അതായത് +2-ന് ഒരു 6 മാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്ന് കരുതുക. ടോട്ടൽ കൂട്ടുന്ന സമയത്ത് അത് 36 അതിൽ കൂടുതലോ ഉണ്ടോ എന്ന് നോക്കുക. മിനിമം 36 ആണ്. 36 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് ജയിക്കും. അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രേഡും പെർസെൻറ്റേജും കൂടും. അപ്പോൾ ഇതാണ് ഈ ഒരു ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബയോളജി ആണെങ്കിൽ അതിൽ സുവോളജി, ബോട്ടണി എന്നിങ്ങനെ 2 സബ്ജക്റ്റ് വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഡൗട്ട് ഉണ്ടാകും. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ 36 മാർക്കാണ് 2 വർഷത്തെ മാർക്ക് കൂട്ടുന്ന സമയത്ത് ബയോളജിയിൽ തന്നെയുള്ള സുവോളജിയുടെയും ബോട്ടണിയുടെയും 2 വർഷത്തെ അതായത് +1-ൻ്റെയും +2-ൻ്റെയും മാർക്ക് കൂട്ടുന്ന സമയത്ത് അതിൽ എഴുത്തു പരീക്ഷയിൽ ലഭിച്ച മാർക്ക് 36 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് പാസ്സായിരിക്കും. അതുപോലെ തന്നെ മാത്സ് പരീക്ഷയിൽ ഓൾഡ് സിലബസ് ആണെങ്കിൽ അത് 80-ലാണ് വരിക. 80-ൽ 2 വർഷം കൂടി 48 നേടണം. എന്നാൽ ന്യൂ സിലബസ് പ്രകാരം അതിൽ പ്രാക്ടിക്കൽ ഉള്ളതുകൊണ്ട് 60 മാർക്കിലാണ് ആ ഒരു മാത്സിൻ്റെ സബ്ജക്റ്റ് വരുന്നത്. അപ്പോൾ 60-ൽ വരുന്ന സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾ 36 ജയിക്കാനായിട്ട് നേടേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു കാര്യങ്ങൾ നോക്കാം. അതായത് വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് D+ ഗ്രേഡ് ആണെങ്കിലും ചില വിദ്യാർത്ഥികൾ തോൽക്കാറുണ്ട്. നിങ്ങൾക്കറിയാം മിനിമം ജയിക്കാനായിട്ട് D+ ഗ്രേഡാണ് വേണ്ടത് എന്നുള്ളത്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രാക്ടിക്കൽ എക്സാമിൻ്റെ മാർക്ക്, അതുപോലെ തന്നെ CE മാർക്ക്, അതുപോലെ തന്നെ TE മാർക്ക്, എഴുത്തു പരീക്ഷയുടെ മാർക്കാണ് TE മാർക്ക്. അപ്പോൾ ഈ ഒരു മാർക്ക് കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു D+ ഗ്രേഡോ അതിൽ കൂടുതലൊക്കെ കിട്ടാം. എന്നാൽ നിങ്ങൾക്ക് മിനിമം TE മാർക്ക് നിർബന്ധമാണ്. മിനിമം TE കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് D+ ആയാലും അതിന് മുകളിലുള്ള ഗ്രേഡായിരുന്നാലും വിദ്യാർത്ഥികൾ തോൽക്കുന്നത് ആയിരിക്കും. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണം പറയാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു A+ ഗ്രേഡ് കിട്ടാൻ എത്ര മാർക്ക് വേണം എന്നുള്ള കാര്യം ആദ്യം നോക്കാം. അപ്പോൾ 180 മുതൽ 200 വരെ മാർക്കാണ് A+ ഗ്രേഡ് കിട്ടാനായിട്ട് വേണ്ടത്. അതായത് നിങ്ങൾക്കൊരു 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ ഒരു 70 മുതൽ 72 വരെ മാർക്ക് നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് A+ ഗ്രേഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ വിദ്യാർത്ഥികൾ അതിൽ 54 മാർക്കെങ്കിലും മിനിമം നേടിയിട്ടുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അത് A+ ഗ്രേഡ് ആയിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 80-ൽ 70 മാർക്ക് അതുപോലെ 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ 54 മാർക്ക് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് അതായത് ജയിക്കാനുള്ള A+ ഗ്രേഡ് കിട്ടാനായിട്ട് സാധ്യത ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് A+ കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് നോക്കുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു ടോട്ടലായിട്ട് എഴുത്തു പരീക്ഷയിൽ നിങ്ങൾക്ക് അതായത് കിട്ടാൻ സാധ്യതയുള്ള മാർക്ക് എത്രയാണ്, അതായത് 40 മാർക്ക് നിങ്ങൾ ഈ ഒരു CE മാർക്ക് 2 വർഷത്തേത് കൂട്ടുക. അതുപോലെ പ്രാക്ടിക്കൽ ഉള്ളതാണെങ്കിൽ അതിനോടൊപ്പം 40 മാർക്ക് കൂട്ടുക. പ്രാക്ടിക്കൽ ഇല്ലാത്തതിൻ്റെ കാര്യം കൂടി നോക്കാം. അപ്പോൾ ഈ ഒരു ടോട്ടൽ കൂട്ടുന്ന സമയത്ത് 180 വരും. അപ്പോൾ 80 മാർക്ക് വരുന്ന സമയത്ത് ബാക്കി 120 മാർക്ക്. 120 എന്ന് പറയുന്നത് എഴുത്തു പരീക്ഷയുടെ മാർക്കാണ്. അപ്പോൾ 120-ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ വെച്ച് കൂട്ടുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള +2-ൻ്റെ മാർക്കും അതുപോലെ +1-ന് കിട്ടിയ മാർക്കും ടോട്ടൽ കൂട്ടുന്ന സമയത്ത് ഇത് 150-നും 200-നും ഇടയിലാണെങ്കിൽ അത് A+ ആയിരിക്കും. ഇനി അടുത്തത് 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ 40 മാർക്ക് CE മാർക്കും അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ അതായത് 160 വരിക ടോട്ടൽ 2 വർഷത്തെ കൂട്ടുന്ന സമയത്ത്. അപ്പോൾ 180-ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ഈ ഒരു അതായത് 160-ൽ 2 വർഷത്തെ ടോട്ടൽ എഴുത്തു പരീക്ഷയുടെ മാർക്ക് എത്രത്തോളം ഉണ്ടാകും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക്
എത്ര മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, അതും ഈ ഒരു 40 മാർക്ക് CE കൂട്ടിയിട്ട് 150നും 200നും ഇടയിൽ മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ 150നും 200നും ഇടയിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയാലാണ് A+ ഗ്രേഡ് കിട്ടുക. അതായത് നിങ്ങൾ ഈ ഒരു 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ ഒരു 70 മുതൽ 72 വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് A+ ഗ്രേഡ് ആകുന്നത് ആയിരിക്കും. അതുപോലെ 160 മുതൽ 179 വരെ മാർക്ക് കിട്ടിയാലാണ് A ഗ്രേഡ് കിട്ടുക. അതുപോലെ തന്നെ 140 മുതൽ 159 വരെ കിട്ടിയാൽ B+, 120 മുതൽ 139 വരെ B ഗ്രേഡും, അതുപോലെ തന്നെ ഇവിടെ 100 മുതൽ 119 വരെ C+ ഗ്രേഡ്, അതുപോലെ തന്നെ 80 മുതൽ 99 വരെ C ഗ്രേഡ്, അതുപോലെ തന്നെ 60 മുതൽ 79 വരെ D+ ഗ്രേഡ്, 40 മുതൽ 59 വരെ B ഗ്രേഡ്, അതുപോലെ 40ന് താഴെയാണെങ്കിൽ E ഗ്രേഡ്. അപ്പോൾ നിങ്ങൾക്കിവിടെ C+ ഗ്രേഡ് തൊട്ട് ഇവിടെ പ്രത്യേകിച്ച് നൽകിയത് കാണാം. TE സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30% ഓഫ് TE മാക്സിമം. അതുപോലെ തന്നെ ഇവിടെയും നിങ്ങൾക്ക് കൊടുത്തത് കാണാൻ സാധിക്കും. അതുപോലെ ഇവിടെ കാണാം TE സ്കോർ ലെസ് ദാൻ 30% ഓഫ് TE മാക്സിമം. അതായത് ഒരു D ഗ്രേഡ് കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് TE മാർക്ക് ആകെ ജയിക്കാൻ വേണ്ട 2 വർഷത്തെ മാർക്കായിട്ടുള്ള 80ൻ്റെ സബ്ജക്റ്റിൽ 48ഓ 36 മാർക്കോ കിട്ടാത്ത സാഹചര്യത്തിലാണ് D ഗ്രേഡ് ഉണ്ടാകുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതേ സാഹചര്യത്തിൽ തന്നെ, അതായത് ഇവിടെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട് TE സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30% ഓഫ് TE മാക്സിമം. അതായത് നിങ്ങൾക്ക് ഈ ഒരു C+ ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ ജയിക്കണം എന്നുണ്ടെങ്കിൽ മിനിമം സ്കോർ ആയിട്ടുള്ള 48ഓ അല്ലെങ്കിൽ 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 2 വർഷം കൂട്ടുന്ന സമയത്ത് 36 മാർക്കോ ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് തോൽക്കും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഒരു മാർക്കിനോടൊപ്പം തന്നെ TE സ്കോർ 30% ഉണ്ടായിരിക്കണം. അതോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ഗ്രേഡ് കിട്ടിയാലും നിങ്ങൾ ജയിക്കുള്ളൂ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് കൊടുത്തത് കാണാൻ സാധിക്കും. ഫോർ മ്യൂസിക് 30% ഈച്ച് ഓഫ് ദ മാക്സിമം സ്കോർ ഓഫ് PE ആൻഡ് TE ഈസ് നെസസറി ഫോർ D+ ഗ്രേഡ് ഓർ എബോവ്. അതായത് നിങ്ങൾ ഈ ഒരു TE മാർക്ക് നിങ്ങൾക്ക് 30% മിനിമം ഉണ്ടായിരിക്കണം മ്യൂസിക്കിന് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ദർ വിൽ നോ സെപ്പറേറ്റ് മിനിമം ഫോർ CE ആൻഡ് PE whereas a minimum of 48 score other 48 scores for subject without practicals and 36 score for subject with practicals for TE കമ്പൽസറി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതായത് പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റ് ആണെങ്കിൽ അതിന് 2 വർഷത്തെ മിനിമം സ്കോർ ആയിട്ടുള്ള TE മാർക്ക്, അതായത് എഴുത്തു പരീക്ഷയിൽ 48 മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റ് ആണെങ്കിൽ TE മാർക്ക് 36 മാർക്ക് ഉണ്ടായിരിക്കണം. അത് കമ്പൽസറിയാണ്, അത് നിർബന്ധമാണ് എന്നുള്ളതാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ CE മാർക്കും PE മാർക്കും കൂട്ടില്ല, അത് കൂട്ടാതെയാണ് ഈ ഒരു TE മാർക്ക് 48ഉം 36ഉം ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട് ടു ബി എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് കാൻഡിഡേറ്റ് ഷുഡ് ബി അറ്റൈൻ D+ ഗ്രേഡ് ഇൻ ഓൾ സബ്ജക്ട്. അതായത് ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു ഹയർ എഡ്യൂക്കേഷന് എലിജിബിൾ ആവണമെങ്കിൽ D+ ഗ്രേഡോ അതിന് മുകളിലോ ഉണ്ടായിരിക്കണം. അത് മിനിമം D+ ഗ്രേഡെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് എല്ലാ സബ്ജക്റ്റുകൾക്കും D+ ഗ്രേഡെങ്കിലും മിനിമം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു വിദ്യാർത്ഥി ഹയർ സ്റ്റഡീസിന് എലിജിബിൾ ആവൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട് for securing D+ grade for biology separate minimum for botany or zoology is not necessary. അതായത് നിങ്ങൾക്ക് D+ ഗ്രേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു മിനിമം, അതായത് ബയോളജിയുടെ സബ്ജക്റ്റ് ആണെങ്കിൽ ബോട്ടണിക്കും സുവോളജിക്കും സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു മിനിമം മാർക്ക് നിർബന്ധമല്ല. ബയോളജിക്ക് ആയിട്ടാണ് ഈ ഒരു ഗ്രേഡ് നിർബന്ധമായിട്ടുള്ളത്. അതായത് ബോട്ടണിയുടെയും സുവോളജിയുടെയും മാർക്ക് കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് മിനിമം ആയിട്ടുള്ള 36 മാർക്ക് 2 വർഷം ടോട്ടൽ കൂട്ടുന്ന സമയത്ത് +1ൻ്റെയും +2ൻ്റെയും ബോട്ടണിയുടെയും സുവോളജിയുടെയും മാർക്ക് കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ജയിക്കാനുള്ള ഈ ഒരു 36 മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദ കമ്പൈൻഡ് സ്കോർ ഒബ്റ്റൈൻഡ് ബൈ ദ കാൻഡിഡേറ്റ് ഇൻ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻസ് ടേക്ക് ടുഗദർ ആൻഡ് ഗ്രേഡ്സ് ദർ അപ്പോൺ വിൽ ഡിറ്റർമൈൻ ദ എലിജിബിലിറ്റി ഓഫ് ദ കാൻഡിഡേറ്റ് ഓഫ് ഹയർ സ്റ്റഡീസ്. അതായത് നിങ്ങളുടെ ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും എഴുത്ത് പരീക്ഷയുടെ മാർക്ക് പരിഗണിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് നിങ്ങൾ എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു D+ ഗ്രേഡ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു 2 വർഷത്തെ മാർക്ക് ടോട്ടൽ കൂട്ടുന്ന സമയത്ത് ഈ ഒരു 60 മാർക്ക് സബ്ജക്റ്റിൽ 36ഉം അതുപോലെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ, അത് പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റിൽ 48 മാർക്കും നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞത് D+ ഗ്രേഡ് കിട്ടുന്നതാണ്. അതായത് ഈ ഒരു മാർക്ക് കിട്ടിയാൽ തന്നെ D+ അല്ല കിട്ടുക, ഒരു C ഗ്രേഡെങ്കിലും നിങ്ങൾക്ക് മിനിമം ഉണ്ടായിരിക്കും. കാരണം ഇതിനോടൊപ്പം പ്രാക്ടിക്കൽ ഉള്ളതിൻ്റെ പ്രാക്ടിക്കലും അതുപോലെ CE മാർക്ക് ഉള്ളതിൻ്റെ CE മാർക്കൊക്കെ കൂട്ടുന്ന സമയത്ത് അത് ഏകദേശം C ഗ്രേഡിൻ്റെ അടുത്തോട്ട് വരുന്നത് ആയിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു.
അപ്പോൾ A+ കിട്ടാനായിട്ട് എത്ര മാർക്ക് വേണം, D+ കിട്ടാനായിട്ട് എത്ര മാർക്ക് വേണം, അതുപോലെ ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ജയിക്കാനായിട്ട് എഴുത്തു പരീക്ഷയിൽ അതായത് TE മാർക്കിൽ നിങ്ങൾക്ക് 60 മാർക്ക് സബ്ജക്റ്റിൻ്റേതാണെങ്കിൽ 36ഉം 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ 48 മാർക്കുമാണ് ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് എന്ന് പറയുന്നത്. ആ ഒരു മാർക്ക് കിട്ടാതെ D+ കിട്ടിയാലും അല്ലെങ്കിൽ C ഗ്രേഡ് കിട്ടിയ ഒരു വിദ്യാർത്ഥി ആയിരുന്നാലും വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും +2 സേവ് പരീക്ഷ എഴുതി ജയിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മിനിമം സ്കോർ എന്ന് പറയുന്നത് 60 മാർക്ക് സബ്ജക്റ്റിൽ 2 വർഷത്തെ മാർക്ക് കൂട്ടുന്ന സമയത്ത് ഈ ഒരു 36 മാർക്ക് എഴുത്തു പരീക്ഷയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ 2 വർഷത്തെ മാർക്ക് കൂട്ടുന്ന സമയത്ത് 48 മാർക്ക് ഉണ്ടായിരിക്കണം എഴുത്തു പരീക്ഷയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ